ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ആണ് ലിങ്ക് ലിസ്റ്റ് സൈക്കിൾ. ഇത് LeetCode 141 ആണ്. സോ ക്വസ്റ്റൻ വളരെ സിമ്പിളാണ്. നമുക്കൊരു ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ബട്ട് അതിൽ ഒരു നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്റർ പറയുന്നത് ആ ലിങ്ക് ലിസ്റ്റിലുള്ള വേറൊരു എലമെൻറ്റേക്കാരം. അപ്പം ബേസിക്കലി അതൊരു ലൂപ്പിലേക്കാരം. അപ്പോൾ ഇതിനൊരു എൻഡ് ഉണ്ടാവില്ല. ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3ൻ്റെ നെക്സ്റ്റ് നമുക്കൊക്കെ 2 ആണ്. 2 കഴിഞ്ഞാൽ 0, 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് -4, -4ൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. വീണ്ടും 2ൻ്റെ നെക്സ്റ്റ്. ഇതാണ് ഒരു സൈക്കിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് കുറച്ച് നോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നോഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിക്കാലും. സോ ഇത് തന്നെ ഇപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഈ നോഡ് പരസ്പരം കണക്റ്റഡ് ആണ്. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രാഫായിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ടെക്നിക്കലി ഇതൊക്കെ സെയിം ആണ്. ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതിൽ 2 പാരാമീറ്റർ ഡാറ്റയും ഉണ്ടാവും, നെക്സ്റ്റും ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റത്തെ ഒരു ആൽഗോരിതം എന്ന് പറയുന്നത് നമുക്കിത് എങ്ങനെയാണ് ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. നമ്മൾ ഈ Blind-75 തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കണ്ടെയ്ൻസ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ തന്നിട്ടുണ്ടാവും. അറേയിൽ ഒരു എലമെന്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്ത സൊല്യൂഷൻ എന്താണ്? ഹാഷ് സെറ്റ് യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലേ? സോ ഈ സെയിം ഐഡിയയാണ് നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ഒരു ആൽഗോരിതത്തിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അതിൽ ആൽഗോരിതം നമുക്ക് വേറെ പലതിനും യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെയിം ലോജിക്ക് യൂസ് ചെയ്യാം. സോ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ലിങ്ക് ലിസ്റ്റ് എടുക്കുക. സോ ഇതിന് നമ്മൾ എന്ത് വെച്ചാൽ ഒരു ഹാഷ് സെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ത്രീ കണ്ടു. നമ്മളിവിടെ ഒരു ഹാഷ് സെറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഹാഷ് സെറ്റ്. അപ്പോൾ നമ്മൾ ത്രീ ആദ്യം ഇതിലുണ്ടോ നോക്കും. 3 ഇതിലില്ല. അപ്പോൾ ഇതിലില്ലാത്ത നമ്മൾ 3നെ ഇതിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റിൽ പോകുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ 2ലെത്തി. 2 ഉണ്ടോ നോക്കും. 2 ഇല്ല. അപ്പോൾ നമ്മൾ 2നെ ആഡ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു. 0 ഉണ്ടോ എന്ന് ഇവിടെ നോക്കും. 0 ഇല്ല. അപ്പോൾ നമ്മൾ 0നെ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പോകുന്നു. -4 ഉണ്ടോ നോക്കും. -4 ഇല്ല. അപ്പോൾ നമ്മൾ -4നെ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് -4 കഴിഞ്ഞ് അടുത്ത ആരെ വരുന്നത് 2 ആണ്. 2 ഇവിടെ ഉണ്ട് നോക്കുമ്പോൾ ഉണ്ട്. 2 ഇവിടെ ഉണ്ട്. അപ്പം ഈ 2 ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിലുണ്ട് റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതിൽ സൈക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ട്രൂ എന്ന് കൊടുത്തു. ആൻസറായി. ഇപ്പം നമ്മൾ എത്ര തവണ ഈ ലൂപ്പിലൂടെ പോയി? നമ്മൾ എല്ലാ എലമെൻറ്റും ഒരു തവണ കവർ ചെയ്തു. രണ്ടാമത്തെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു റിട്ടേൺ. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കണമെങ്കിൽ നമ്മൾ ഒരു തവണ അല്ല പോയത് അരയിലൂടെ. അപ്പോൾ ഓഫ് എൻ. പക്ഷേ നമ്മളിവിടെ ഹാഷ് സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഉണ്ട്. ഓക്കെ, സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് എൻ ആണ്. കാരണം നമ്മളിവിടെ ഒരു n സൈസുള്ള ഒരു ഹാഷ് സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു സൊല്യൂഷൻ. ഇത് കോഡ് ചെയ്യാൻ സിമ്പിളാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കോഡ് ചെയ്ത് നോക്കണം. പക്ഷേ നമുക്ക് ഇതിനേക്കാൾ ഒരു ബെറ്റർ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നമുക്ക് സെയിം ടൈം കോംപ്ലക്സിറ്റിയിൽ തന്നെ ഓഫ് എന്നിൽ സോൾവ് ചെയ്യാം. പക്ഷേ സ്പേസ് കോംപ്ലക്സിറ്റി ഒന്നും വേണ്ട. ഓഫ് 1 സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഓഫ് 1 സ്പേസ് കോംപ്ലക്സിറ്റിയും ഓഫ് n ടൈം കോംപ്ലക്സിറ്റിയിൽ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. ഇതാണ് മോസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം അതിനുള്ള ഒരു ആൽഗോരിതമാണ് നമ്മുടെ ഫ്ലോയിഡ്സിൻ്റെ ടോർട്ടോയ്സ് ഹെയർ, അതായത് ആമയും ഓയിലും. ഓക്കെ, നമ്മൾ ടോർട്ടോയ്സ് ആൻഡ് ഹെയർ ആൽഗോരിതം യൂസ് ചെയ്യുക. അതായത് ആമയും ഓയിലും എന്നുള്ള ഒരു ആൽഗോരിതം. അത് ബേസിക്കലി ഈ സെയിം ആൽഗോരിതം തന്നെ ഗ്രാഫിൻ്റെ പല പ്രോബ്ലത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നേക്കാരം. ഓക്കെ, ഈ ഒരു ആൽഗോരിതം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ഒരു ആമയും ഓയിലും എന്ന് പറയുന്ന കഥ എങ്ങനെ? ആമ എപ്പോഴും പതുക്കെയാണല്ലോ പോവുക. ഇവൻ ഭയങ്കര പതുക്കെയാണ് പോവുക. ഓക്കെ, പിന്നെ മൊയലെപ്പോഴും ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ? അതായത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടി. അപ്പം അതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരാൾ പതുക്കെ പോകുന്നത്, ഒരാൾ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവരൊരു സർക്കിളിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു സർക്കിളിൽ ഇങ്ങനെ അവർ ഓടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ളവന് ഒരു പോയിന്റിലെത്തുമ്പോൾ ഈ സ്ലോ പോയിന്ററിന് ഒരു തവണ രണ്ടാമത്തെ തവണ ഒന്നുകൂടി കാണാം. അതായത് ഇവന് ഫാസ്റ്റ് എസ് ഇവിടുന്ന് ഇങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ എസ് ഇവിടെ എത്തും, എഫ് ഇവിടെ എത്തും, പിന്നെ എസ് അടുത്ത സ്റ്റെപ്പ് എടുത്തുമ്പോൾ എഫ് ഇവിടെ എത്തും. അങ്ങനെ ഇവരിങ്ങനെ ഈ സർക്കിളിൽ പോയതുകൊണ്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ എഫ് വീണ്ടും ആരെ കാണും? എസ്സിനെ കാണും. ഇവർ രണ്ടിനും കൂട്ടിമുട്ടും. അപ്പം ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ലോജിക്. ഓക്കെ, സോ ബേസിക്കലി ഞാനിവിടെ ആദ്യം എന്ത് ചെയ്യും? ഫാസ്റ്റ് പോയിന്ററിനെയും സ്ലോ പോയിന്ററിനെയും 2 ആൾക്കാരെ ഞാൻ ഇവിടേക്ക് ആദ്യം ഇതാക്കും. ബട്ട് ഫാസ്റ്റ് പോയിന്റർ എന്ത് ചെയ്യും? 2x സ്പീഡിലാണ് ഓടുക. സ്ലോ പോയിന്ററോ 1x, അതായത് ഒരൊറ്റ നോഡാണ് പോവുക. പക്ഷേ ഫാസ്റ്റ് പോയിന്റർ ഒരേ സമയം 2 നോഡിനെ ചാടും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഇനി ഇങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഇവിടെയാണ്, സ്ലോ ഇവിടെയാണ്. ഓക്കെ, അപ്പം അടുത്തതിൽ എവിടെ എത്തി? സ്ലോനെ നമ്മൾ ഒരു തവണയാണ് ചാടുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോ ഇവിടെ എത്തി. ഓക്കെ, പക്ഷേ ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് 2 തവണയല്ലേ ഫാസ്റ്റ് ചാടിയത്.
ഫാസ്റ്റ് ആദ്യം ഇങ്ങോട്ട് ചാടും, പിന്നെ ഇങ്ങോട്ട് ചാടും. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ഇവിടെ എത്തി. ഓക്കെ, ഇനി അടുത്തതിൽ സ്ലോ സ്ലോ ഇവിടെ എത്തി. സ്ലോ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി. അപ്പോൾ സ്ലോ ഇവിടെ എത്തി. ഓക്കെ, ഫാസ്റ്റ് അപ്പോത്തിന് ഇവിടുന്ന് പോയി. ഫാസ്റ്റ് രണ്ടെണ്ണം വീണ്ടും ചാടി. ഫാസ്റ്റ് ഇതാ ഇവിടെ എത്തി. അങ്ങനെ അടുത്ത ലൂപ്പിൽ സ്ലോ വീണ്ടും ചാടുന്നു. സ്ലോ ചാടി, ഫാസ്റ്റ് 2 തവണ ചാടി. ഓക്കെ, ഫാസ്റ്റ് ഇപ്പോൾ 1 2 ഇവിടെ എത്തി. ഫാസ്റ്റ് ആദ്യം ഇവിടുന്ന് ചാടി, ഇപ്പോൾ ദാ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടും ചാടി. ഇനി വീണ്ടും സ്ലോ പോയിൻ്റർ 1 ചാടി. ഓക്കെ, അപ്പോൾ സ്ലോ ഇവിടെ എത്തി. ഞാനിത് കട്ട് ചെയ്യാൻ കഴിഞ്ഞതൊക്കെ. സ്ലോ ഇവിടെ എത്തി. ഫാസ്റ്റ് വീണ്ടും ചാടി, 2 തവണ ചാടി. ഇവൻ 2-ലെത്തി നമ്മളെ ഫാസ്റ്റ്. ഓക്കെ, ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ ആയിട്ട് നിൽക്കുന്ന 2-ൽ. അപ്പോൾ സ്ലോ ഇവിടെ എത്തി. സ്ലോ ഇപ്പം 1 തവണ ചാടിയിട്ടുള്ളൂ. സ്ലോ അപ്പം ഇവിടെ എത്തി. വീണ്ടും ഫാസ്റ്റ് ഇതാ 2 തവണ ചാടുന്നു. ഓൻ ഇവിടുന്ന് കഴിഞ്ഞ് വീണ്ടും ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഫാസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഫാസ്റ്റ് ഇവിടെ എത്തി. സ്ലോ ആ സമയം കൊണ്ട് 1 ചാട്ടം കൂടിയും ചാടി. സ്ലോ ഇവിടെ. വീണ്ടും ഫാസ്റ്റ് ഇതാ 2 തവണ ചാടുന്നു. ഓക്കെ, അപ്പം ഇവിടെ പാരെത്തി. ഇവിടെ ഇപ്പോൾ ഫാസ്റ്റ് എത്തി. ഓക്കെ, അടുത്ത ഇറ്ററേഷൻ ശ്രദ്ധിക്കുക. സ്ലോ ഇവിടുന്ന് 1 ചാട്ടം കൂടി ചാടി. സ്ലോ നമ്മൾ 8-ലെത്തിയ. ഫാസ്റ്റ് ഇവിടുന്ന് 2 തവണ ചാടി. എവിടെ എത്തി? ഫാസ്റ്റ് ഇവിടെ എത്തി. ഇപ്പം ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടി നമ്മൾ പറയാണ് ഓക്കെ, ഈ ഒരു ലൂപ്പിൽ ഇതൊരു സൈക്കിളാണ്. ഇവർ തമ്മിൽ കൂട്ടിമുട്ടി. അപ്പോൾ ഇതൊരു സൈക്കിളാണ് നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും ട്രൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആൽഗോരിതം. ഓക്കെ, ഇത് നമ്മൾ എത്ര വലിയ സൈക്കിളാണെന്നുണ്ടെങ്കിലും എത്ര ചെറിയ സൈക്കിളാണെന്നുണ്ടെങ്കിലും ഈ സാധനം ട്രൂ ആയിക്കാരം എപ്പോഴും. ഓക്കെ, നോഡിൻ്റെ വലുപ്പം അല്ലെങ്കിൽ കൗണ്ട് അനുസരിച്ച് ആ സൈക്കിളിൽ കണ്ടുപിടിക്കുന്നത് കുറയുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആദ്യം എസ് എഫ് ഇവിടെയാണ്. ഇവർ 1 ചാട്ടം ചാടുമ്പോൾ എസ് ഇവിടെത്തും, എഫ് ഇവിടെത്തും. രണ്ടാമത്തെ ചാട്ടത്തിൽ എസ് ഇവിടെത്തി, എഫ് ഇവിടെ എത്തി. ഓക്കെ, മൂന്നാമത്തെ ചാട്ടത്തിൽ എസ് ഇവിടെത്തി, എഫ് വീണ്ടും ഇവിടെത്തി. ഓക്കെ, ഇനി അടുത്ത ചാട്ടത്തിൽ എസ് ഇവിടെത്തി, എഫും രണ്ടെണ്ണത്തും ഇവിടെത്തി. കണ്ടോ, വീണ്ടും അവർ കൂട്ടിമുട്ടി. അപ്പോൾ ഇതൊരു സൈക്കിളാണെന്ന് അർത്ഥം. മനസ്സിലായില്ല? അപ്പം ഇതാണ് ബേസിക് ഐഡിയ. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു ഫാസ്റ്റ് പോയിന്റർ, അതായത് നമ്മളെ മുയലാണ് ഫാസ്റ്റ് പോയിന്റർ ആയിരുന്നു. ഇവൻ 2 നോഡ് ചാടും. ഒരു സ്ലോ പോയിന്റർ, ഇവന് 1 നോഡേ ചാടുള്ളൂ. ഇവർ 2 കൂട്ടിമുട്ടുന്നു. അപ്പോഴാണ് നമ്മൾ ഇതൊരു സൈക്കിളാണ്, അതായത് ഇതൊരു സൈക്കിളാണ് അല്ലെങ്കിൽ ഒരു ലൂപ്പിലാണ് പെട്ട് കിടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാം. ഓക്കെ, ഇതാണ് അൽഗോരിതം. ഈ ഒരു ഐഡിയ എപ്പോഴും നമുക്ക് പല സ്ഥലത്തും ഗ്രാഫിൻ്റെ സൈക്കിൾ കണ്ടുപിടിക്കാൻ, ലിങ്ക് ലിസ്റ്റിൻ്റെ സൈക്കിൾ കണ്ടുപിടിക്കാൻ, ഇങ്ങനെ പലതിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ്. അപ്പോൾ ഇതിനി നമുക്ക് കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് എന്താ ഉള്ളത്? നമുക്കൊരു സ്ലോ പോയിന്റർ ഉണ്ട്, ഒരു ഫാസ്റ്റ് പോയിന്റർ. ഇവർ രണ്ടുപേരും ഞാൻ ഹെഡ് എന്ന് ഇനീഷ്യലൈസ് ചെയ്യണം, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കേണ്ടത് വെച്ചാൽ ഫാസ്റ്റ് പോയിന്റർ, അതായത് ഇപ്പോഴത്തെ ഫാസ്റ്റ് പോയിന്റർ ഉണ്ടോ നോക്കണം. ഇപ്പം തന്നിരിക്കുന്ന നോഡ് എം ടി ആണെന്നുണ്ടോ നോക്കണം. അല്ലെങ്കിൽ ആ ഒരു ഒറ്റ നോഡാ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലോ അതിന് നെക്സ്റ്റ് ഉണ്ടെങ്കിലും നോക്കിയാൽ പറയാലോ. അല്ലെങ്കിൽ ഒറ്റ നോഡാകുമ്പോൾ എന്തായാലും ലൂപ്പില്ല. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫാസ്റ്റ് നോഡ് ഉണ്ടോ നോക്കുക. ഈ ഫാസ്റ്റിന് തന്നെ നെക്സ്റ്റ് ഉണ്ടോ നോക്കുക. ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് 2 വട്ടം ചാടാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടെങ്കിൽ സ്ലോനെ അപ്ഡേറ്റ് ചെയ്യണം. സ്ലോ എത്ര തവണ ചാടും? 1 തവണ. അപ്പോൾ സ്ലോ ഈക്വൽ ടു സ്ലോ ഡോട്ട് നെക്സ്റ്റ്. ഫാസ്റ്റ് 2 തവണ ചാടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാസ്റ്റ് ഈക്വൽ ടു ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ്. ഒരട്ടം ചാടി, പിന്നെ ഒന്നുകൂടി ചാടണം, ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും ഈക്വൽ ആണോ നോക്കുക. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലൂപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിൽ ഒന്നും പെട്ടിട്ടില്ലെങ്കിൽ ഫാൾസ് ഇവര് തമ്മിൽ ഇതില്ല. അതായത് ഇപ്പം ഇവർ രണ്ടും ട്രൂ അല്ലെങ്കിൽ, അതായത് ഒരു നോഡും ഇല്ലെങ്കിൽ ഫാൾസ് വരും. ഒരൊറ്റ നോഡേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഫാൾസ് വരും. 2 നോഡ് ഉണ്ട്, അപ്പോൾ ഫാസ്റ്റ് ഇത് ട്രൂ ആയി. പക്ഷേ അവർ സൈക്കിൾ ഉണ്ടോ എന്നുള്ളത് ഇവർ 2 ഈക്വൽ ആണോ നോക്കും. ഈക്വൽ അല്ലെങ്കിൽ ഫാൾസ് ആയി. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് കേസ് അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. നമുക്കത് സബ്മിറ്റ് ചെയ്യാം. യെസ്, നമ്മൾ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. 81% ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ. ഇനി ഇതുപോലെ പുതിയ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നേക്കാരും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ മലയാളത്തിലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ചാനലുകൾ അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും. ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിലും ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോയിലുള്ള മോട്ടിവേഷനും കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.